പൂമുഖഭംഗിയതാരിലുമില്ല കോമളനാം നബി യൂസുഫിലില്ല കാമിനിമാരിലും ഈ മുഖമില്ല പൂമുഖഭംഗിയതാരി. കണ്ടല്ലോ സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് നമ്മുടെ പ്രവാചക സ്നേഹമെങ്കിൽ ഇപ്പോൾ ഇവർക്ക് പിടിച്ചാൽ കിട്ടാത്തിടത്തിലേക്ക് സമൂഹം എത്തി. ഇവർ പറയുന്നിടത്തിലേക്ക് സമൂഹത്തിന് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ രൂപത്തിലായി ജനങ്ങൾ, ആഘോഷങ്ങൾ ആഭാസങ്ങളായി മാറി എന്ന് ഒരു മുസ്ലിയാർ പറയാണ്. ഇനി നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടൂല ഇവരിനി അതിലും വലുത് നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതാര് പഠിപ്പിച്ചു നിങ്ങളെ ഇങ്ങനെ ഒരു സമ്പ്രദായം? ഇല്ല, പ്രമാണങ്ങളിലൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ നാട്ടിലും നടന്ന വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ നമുക്ക് കാണാം. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണെങ്കിൽ ഒരു രൂപ ഉണ്ടാവുകയുള്ളൂ. വ്യത്യസ്തങ്ങളായ ഓരോ നാട്ടിൽ ഓരോ രൂപങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഈ നബിദിനാഘോഷത്തിലെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 11 ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ അല്ലെങ്കിൽ 11 ചെയ്യാൻ സുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12 എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തശ്രീകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ ഇനത്തിൽപ്പെടും.